ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നിർണായക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ സഖ്യം കോൺഗ്രസിന്റെ ദേശീയ സഖ്യ സമിതി സഖ്യകക്ഷികളുമായി രണ്ടാം ഘട്ട സീറ്റ് വിഭജന ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നു. ഇന്ത്യ സഖ്യത്തിലെ രണ്ടാം ഘട്ട സീറ്റ് വിഭജന ചർച്ചകൾക്കിടെയാണ് കോൺഗ്രസിനെയും മറ്റ് സഖ്യകക്ഷികളെയും അമ്പരിപ്പിച്ചുകൊണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖം ആക്കണമെന്ന ആവശ്യവുമായി സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നത്. രാജ്യത്തെ ന്യൂനപക്ഷ, ദളിത്, ആദിവാസി വിഭാഗങ്ങൾ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചതായി സമാജ്വാദി പാർട്ടി നേതാവ് IP സിംഗ് ആണ് എക്സിലൂടെ പ്രസ്താവന നടത്തിയത്. ബീഹാറും UPയും ചേർന്നാൽ മോദി ഭരണം അവസാനിക്കും എന്നും IP സിംഗിന്റെ എക്സ് സന്ദേശത്തിൽ പറയുന്നു. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ JDUവും സമാജ്വാദി പാർട്ടിയും ഉറച്ചു നിൽക്കുന്നതിനിടെയുള്ള ഈ നിലപാട് നിർണായകമാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക ചർച്ചകളുടെ തുടർച്ചയായി സീറ്റ് വിഭജന ചർച്ചകൾ ഡൽഹിയിൽ ആരംഭിച്ചു. ആം ആദ്മി പാർട്ടി, JDU, RJD എന്നീ പാർട്ടികളുമായാണ് ഇന്ന് ചർച്ചകൾ. ബീഹാർ, മധ്യപ്രദേശ്, ഡൽഹി, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണ് ചർച്ച. ഡൽഹിയിൽ 4 സീറ്റുകളിൽ മത്സരിക്കുമെന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. 24 ഡൽഹി.